ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അക്വേറിയം 12.96 6 വീതി 9 ഹൈറ്റ് 12 നീളം. ഇത് ചെറിയ അക്വേറിയം ആയതുകൊണ്ട് നമ്മളൊന്ന് ഒന്നിച്ച് സിലിക്കോണാണ് ചെയ്യാണ്. അപ്പോൾ എക്സ്പീരിയൻസ് കുറച്ചുള്ള ആളുകൾ ചെയ്താൽ മതി ഇതുപോലെ. അല്ലെങ്കിൽ കുറച്ച് ആദ്യം ഒരു എൽ ഷേപ്പുള്ള ഒരു നീളഭാഗവും ഒരു വീതി ഭാഗം ചെയ്യുക, ആ ഷേപ്പ് ചെയ്യുക. കുറച്ചൊരു എക്സ്പീരിയൻസ് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രം ചെയ്താൽ മതി. ആദ്യം നമ്മൾ ഗ്ലാസ്സുകളൊക്കെ കറക്റ്റ് നിരത്തി വെക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുന്ന അതേ ലെവലിലായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സിലിക്കോണ് GP ക്ലിയർ എന്നുള്ളതാണ്. അപ്പോൾ 3 ഗ്ലാസ്സുകൾ ഒന്നിച്ചാണ് നമ്മൾ ഗ്ലൂ ചെയ്യുന്നത്. നമ്മൾ ബോട്ടം ഗ്ലാസിൻ്റെ 2 നീളഭാഗവും സിലിക്കോൺ ചെയ്യാണ്. പീസ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം അതിൻ്റെ പുറകുവശത്തിലൂടെ നമുക്ക് വിരൽ വെച്ച് അറിയുക അത് തള്ളി നിൽക്കണ്ടോ എന്നുള്ളത് കറക്റ്റ് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു എൽ ഷേപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മാസ്കിൻ ടേപ്പർ ഒട്ടിച്ചു കൊടുക്കുക, കാരണം അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത നമ്മൾ ചെറിയ നമ്മളെ സൈഡ് പീസ് വെക്കുകയാണ്. നമ്മൾ അടുത്ത പീസും വെച്ചു. വെച്ചതിന് ശേഷം നമ്മൾ 2 സൈഡും വെച്ചിട്ട് നല്ലോണം അമർത്തി കൊടുക്കുകയാണ്. അമർത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഭാഗം തെറ്റിപ്പോകുന്നത് ശ്രദ്ധിക്കണം. നമ്മളതിൻ്റെ ഉള്ളിലൂടെ ഒരു കോട്ടിങ് കൂടി കൊടുക്കുകയാണ്. അക്വേറിയത്തിനുള്ള സ്റ്റോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും അക്വേറിയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മലപ്പുറത്താണ് നമ്മളെ ഷോപ്പുള്ളത്. മാക്സ് പെറ്റ്സിൻ്റെ അക്വേറിയം മലപ്പുറത്ത് കോട്ടക്കല്ലൂട്ടിനാണുള്ളത്. ഇതൊരു കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള അക്വേറിയം ഉണ്ടാക്കി തരും. പ്ലാന്റഡ് അക്വേറിയം, അതുപോലെ മോൺസ്റ്റർ ഫിഷുകൾ കീപ്പ് ചെയ്യാനുള്ള വലിയ അക്വേറിയങ്ങൾ, ഏത് ടൈപ്പ് അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഫിഷ് സംബന്ധമായിട്ടുള്ള ഇതുപോലെ സംബന്ധമായിട്ടുള്ള പല വീഡിയോസ് നമ്മൾ ഈ ചാനലിലുണ്ടാവും. അപ്പോൾ ആ മേഖല താല്പര്യമുള്ള ആളുകൾ
നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.